ഹെന്ന ഇട്ട കളറ് പെട്ടെന്ന് പോവാതിരിക്കാനൊരു കിടിൽ ടിപ്പാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 സ്പൂണോളം ചായപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന പൊടി 2 സ്പൂണോളം ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലാക്സ് സീഡ് ചെറു ചണവിത്താണ് കേട്ടോ. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. അതൊരു 2.5 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഉലുവ തലേ ദിവസം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ച് അരച്ചെടുത്താലും മതി. ഉലുവാപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നമ്മൾ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ 1.5 സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3/4 കപ്പോളം വെള്ളം, 2 കപ്പിൻ്റെ അളവാണ് ഇത് കേട്ടോ. നമ്മൾ സാധാരണ മെഷർമെൻറ്റിൽ എടുക്കുമ്പോൾ 2 കപ്പിൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത്. ഇതിലെടുക്കുമ്പോൾ 1 കപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇനി മുടിയുടെ അളവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ. മുടി നല്ല സ്മൂത്തായിട്ടിരിക്കുകയും ചെയ്യും. മുടി പൊഴിച്ചിലൊക്കെ മാറുകയും ചെയ്യും. ഉലുവയും ഫ്ലാക്സീഡൊക്കെ നമ്മുടെ മുടി വളരാനും മുടി പൊഴിച്ചിൽ മാറാനും താരനെ ഇല്ലാതാക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഫ്ലാക്സീഡ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടയ്ക്കാനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു കളറല്ല കേട്ടോ ഉണ്ടാവുക. നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. കൂടെ ബെൽ ബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഇതാ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായപ്പൊടിയുടെ കളറാണ് കേട്ടോ. ആ നല്ല കറയുണ്ടല്ലോ, കട്ടൻ ചായയൊക്കെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു കളറില്ലേ, ആ കളറാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കളറാണ് ഇത് കിട്ടേണ്ടത്. നല്ലോണം തിളച്ച് വരട്ടെ. ഈ ഒരു രീതിയിൽ തന്നെ തിളച്ച് നല്ല തിക്കായിട്ട് വരും. ശരിക്കും മുടി വളരാനൊക്കെ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ താരനും മുടി പൊഴിച്ചിലൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ അതാ വന്ന് നന്നായി തിളച്ച് ഇതിങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട്. അത് ഉലുവപ്പൊടിയുടെ ഫ്ലാക്സീഡിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഇറക്കി വയ്ക്കാം കേട്ടോ. ഇറക്കി വെച്ച് ചെറിയ ചൂടിൽ തന്നെ നമുക്കിതിനെ അരിച്ചെടുക്കണം. ഒത്തിരി തണുപ്പ് മാറിയിട്ട് അരിച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ജ്യൂസ് അരിക്കുന്ന ഒരു അരിപ്പ വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കോട്ടൺ തുണിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ എളുപ്പത്തിന് ഇതാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി ചൂടാറാനുണ്ട്. ഇത് എത്രമാത്രം തിക്കായിട്ട് വരും എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഇതിനെ ഒരു കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ പല രീതിയിലും ഇതുപോലെ ഹെന്ന കളറ് പോവാതിരിക്കാൻ ഇതുപോലെ ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഇതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നതും ഇങ്ങനെയുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇതിൻ്റെ ആ താഴെ നമ്മുടെ ആ ലിക്വിഡ് മാത്രം ആ ബൗളിലേക്ക് പോകും കേട്ടോ. ഇങ്ങനെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതാ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ചൂടിലാണ് ഇത്രയും തിക്കായിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഞാനിങ്ങനെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഹെന്ന ചെയ്ത കളറ് പെട്ടെന്ന് പോവില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ എപ്പോഴും ലേറ്റ് ആവുന്നത് കേട്ടോ. ഇൻഡിഗോ പൗഡർ പോലെ തന്നെ ഈ ചായപ്പൊടിക്ക് ഒരു കറയാണ്. ഈ കറ മുടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഇത് കഴിയുന്നതും ഹെന്ന ഇടുന്നവർ സോപ്പ് അല്ലെങ്കിൽ നല്ല വീര്യം കൂടിയ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അതാ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. മുടി വളരാനൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ. നമ്മുടെ താരനൊക്കെ വന്നിട്ടുള്ള ചൊറിച്ചിലൊക്കെ മാറാൻ നമ്മളെ മക്കൾക്കും ഇതുപോലൊക്കെ തലയിൽ തേച്ച് കൊടുക്കുക. ഒരു ഡ്രോപ്പ് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട്. ഇത് നമ്മുടെ ഈ ഒരു മുടിയുടെ കളറ് ഒന്നിങ്ങനെ കുറച്ചും കൂടെ പോവാതിരിക്കുകയും ചെയ്യും. മുടി വളരുകയും ചെയ്യും. മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഇത് ഞാൻ കാണിച്ചു തരാം. എനിക്കിവിടെ ഭയങ്കര വെയിലുണ്ട് കേട്ടോ. ഇത് ഞാൻ എടുക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മുടിയുടെ ഇഴയിലും അതുപോലെ തന്നെ റൂട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം കേട്ടോ. ഞാൻ മിക്കവാറും മുടിയുടെ ഹെയർ പാക്കും ഡൈ ഒക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്.
അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ മസാജ് ചെയ്തെടുത്ത് ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇതുപോലെ വെക്കാറുണ്ട്. മുഴുവനായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൈയുടെ നഖത്തിലൊന്നും അങ്ങനെ പിടിക്കില്ല, അതുകൊണ്ട് ഇത് കവർ ഇടുകയൊന്നും വേണ്ട കേട്ടോ കൈക്ക്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതാ മുടി ഇപ്പോൾ നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നമുക്കിങ്ങനെ തൊടുമ്പം തന്നെ നമ്മൾ കണ്ടീഷണർ ഇട്ട ഒരു ഫീലാണുള്ളത് കേട്ടോ. ഇനി ഇത് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. എനിക്ക് നല്ല എഫക്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. കഴിയണതും പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്നെപ്പോലെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നവർക്കൊക്കെ കുറച്ചും കൂടെ ഉപകാരമായിരിക്കും കേട്ടോ. ഹെയർ പാക്കും ഹെയർ ഷാമ്പും എല്ലാം ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കണ്ടില്ല, എൻ്റെ മുടിയിൽ എനിക്ക് നല്ല എഫക്റ്റീവാണ്. മുടി നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.